പല രൂപത്തിലുള്ള പിശുക്കന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ചിലപ്പം തമാശക്ക് പോലും നമ്മൾ പലരെയും പിശുക്കാന്ന് വിളിച്ചിട്ടുണ്ടാവും. യഥാർത്ഥത്തിൽ പിശുക്കുക അല്ലെങ്കിൽ പിശുക്കൻ എന്ന് പറയുന്നത് ഒരു കുറ്റമാണ്. അതേപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് അമിതമായി ചെലവഴിക്കുക, ആവശ്യത്തിനും അപ്പുറത്തോട്ട്. എന്താ പിശുക്കൻ എന്ന് പറഞ്ഞാൽ എന്താ? ആവശ്യത്തിന് പോലും ചെലവഴിക്കാത്തവൻ. എന്നാൽ അമിതമായി ചെലവഴിക്കുന്നവൻ അത് ആവശ്യവും കഴിഞ്ഞ് ആവശ്യമില്ലാത്തതിന് വേണ്ടിയിട്ട് ചെലവഴിക്കുന്ന ആളുകൾ. എന്നാൽ ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ എങ്ങനെ ആയിരിക്കണം ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാനിലെ 67-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയാണ്, വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമാ. അവർ ചെലവഴിക്കുകയാണെങ്കിൽ, ഇബാദുർ റഹ്മാനെ കുറിച്ച് അള്ളാഹു പറയാണ്, അവർ ദൂർത്തടിക്കൂല, ഇസ്രാഫ് ഉണ്ടാവില്ല. അതേപോലെ തന്നെ വലം യഖ്തുറു, അവർ പിശുക്കയില്ല. എന്താ ചെയ്യുക അവർ? കാന ബൈന ദാലിക ഖവാമ, അതിനിടയിൽ ബാലൻസ്ഡ് ആയിക്കൊണ്ടാണ്, അതിനിടയിലായിക്കൊണ്ട് ആവശ്യമായ രൂപത്തിലാണ് അവരെന്ത് ചെയ്യുക? ചെലവഴിക്കുക എന്നുള്ളതാണ്. ഒരിക്കലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബനു സലമ ഗോത്രത്തിൽ പോയ സമയത്ത് അവരോട് ചോദിച്ചു, നിങ്ങളുടെ നേതാവ് ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ജിദ്ദുമിന് ഖൈസാണ് ഞങ്ങളുടെ നേതാവ്, അദ്ദേഹം ഒരു പിശുക്കനാണ്, എങ്കിലും ഞങ്ങൾ അയാളെയാണ് നേതാവാക്കിയത് എന്ന് പറഞ്ഞു. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഒരിക്കലും പിശുക്കനെ നേതാവാക്കാൻ പാടില്ല. ഇനി മുതൽ നിങ്ങളുടെ നേതാവ് അംർ ബിനുൽ ജമൂഹാണ് എന്ന് പറഞ്ഞ് മാറ്റുകയുണ്ടായ ഒരു സംഭവം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ പിശുക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അമിതമായി ചെലവഴിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വിശ്വാസിയുടെ ക്വാളിറ്റിയല്ല. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ മിതമായി ചെലവഴിക്കുന്നവനായിരിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കുക.